നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോകാം. അമ്പാടി പറഞ്ഞതും ഒന്ന് ഞെട്ടിപ്പെണ്ണ്. അയ്യോ, അത് വേണ്ട, ആരെങ്കിലും കാണും. എന്നെ ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ കയറിക്കൊള്ളാം. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പാഴായിപ്പോയതും നിറഞ്ഞ കണ്ണുകൾ അവനെ തന്നെ വന്നു നിന്നു. അമ്പാടിയേട്ടാ, ഇതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ എടുത്തുകൊണ്ട് പോകാം. അപ്പം നിനക്ക് ജാട, നാട്ടുകാർ കാണുമെന്ന്. പിന്നെ ഒരു നാട്ടുകാർ, നീ കാല് വെച്ച് എത്രയോ പ്രാവശ്യം വീഴാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ ഒരു തെണ്ടിയും നിന്നെ താങ്ങാൻ വന്നോ? ആ പാവം ഗൗരി ഹരിയല്ലേ നിന്നെ താങ്ങിപ്പിടിച്ച് നടന്നത്? ഇതൊക്കെ അമ്പാടിയേട്ടൻ എങ്ങനെ അറിയാം? കണ്ണൊന്ന് മിഴിച്ചു പെണ്ണ്. ആ, അത് പിന്നെ. മെല്ലെ ചിരിച്ചവൻ അവളെ നോക്കി. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ പെണ്ണിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ചെറുനാണത്തോടെ ഒരു കണ്ണടച്ചവൻ നോക്കിയതും നാണത്തോടെ മുഖം താഴ്ത്തി. മാർക്കോ, ഞാൻ എടുക്കട്ടെ? വീണ്ടും ചോദിച്ചതും മുഖം താഴ്ത്തി തന്നെ അവൾ തലയാട്ടി. ഈ സാധനമൊക്കെ എടുത്ത് മാറ്റിവെക്ക്. വലത്തെ കയ്യിലിരുന്ന വോക്കിംഗ് സ്റ്റിക്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു വശത്തേക്ക് വെച്ചു. പതുക്കെ അവളുടെ അടുത്തേക്ക് ചെരിയുമ്പോൾ തന്നെ അറിഞ്ഞു ആ നെഞ്ചിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭയത്തിൻ്റെ ആഴം. നേർത്ത ചിരിയോടെ അവളെ ഇരു കൈകളിൽ കോരിയെടുക്കുമ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പെണ്ണ്. ആ നിമിഷം കണ്ണൻ്റെ കോവിലിൽ വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടി നട തുറന്നതിൻ്റെ മണിയടി ശബ്ദം ആ പുഴയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവിടെ മാകെ മുഴങ്ങി. കണ്ടോ, നമ്മൾ ഒത്തുചേർന്നത് ഇവിടുത്തെ കണ്ണൻ്റെ തീരുമാനമാ. കണ്ടില്ലേ മണിയടിച്ച് പ്രോത്സാഹിപ്പിച്ചത്? അല്ലെങ്കിലും കണ്ണും പൊളിയാ. അമ്പാടി പറഞ്ഞതും നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവൾ. ആ നിമിഷം തന്നോട് പറ്റിച്ചേർന്നവളെയും കൊണ്ട് ഓരോ പടിയും സൂക്ഷ്മതയോടെ കയറുമ്പോൾ അവളെ മുറുക്കെ പിടിച്ചവൻ ഭാരമറ്റതുപോലെ ആ കൈകളുടെ സുരക്ഷയിൽ കണ്ണടച്ച് കിടക്കുമ്പോൾ അവളും അറിഞ്ഞു ആ നെഞ്ചിലെ സ്നേഹത്തിൻ്റെ ആഴം. മാർക്കോ, മുകളിൽ വന്നവൻ വിളിക്കുമ്പോൾ മെല്ലെ കണ്ണു തുറന്നവൾ. പതുക്കെ ഒന്ന് മൂളി പെണ്ണ്. കാറിക്കൊണ്ടിരുത്തട്ടെ ഞാൻ? വടി താഴെ ഇരിക്കുവാ, ഇവിടെ നിർത്തിയിട്ട് പോയാൽ വീണാലോ? താഴെ ഉരുളൻകല്ലുകളാ. ആ ചോദ്യത്തിനനുസരിച്ച് അവൾ ചിരിയോടെ തല മെല്ലെ കുലുക്കുമ്പോൾ ഒന്നുകൂടി അവളെ കൈക്കുള്ളിൽ സുരക്ഷിതമാക്കി ചിരിയോടെ മുൻപോട്ട് നടന്നതും ഒന്ന് ഞെട്ടി നിന്നു. അവൻ്റെ ആ മുഖഭാവം കണ്ടതും അവനെ മാത്രമായി ഉറപ്പിച്ച അവളുടെ കണ്ണുകളും മുൻപോട്ട് നീണ്ടു. പുഴയിൽ കുളിക്കാനായി സോപ്പും തോർത്തുമായി നിൽക്കുന്ന പ്രായം അല്പം ചെന്ന മനുഷ്യൻ. യോ, രാഘവനപ്പൂപ്പൻ! പെണ്ണിൻ്റെ ശബ്ദം അല്പം ഉയരുമ്പോൾ അമ്പാടി വെള്ളമിറക്കി അവളെ നോക്കി. പണിയായോ? അറിയില്ല, അച്ഛൻ്റെ ചിറ്റപ്പനാ. ഈ അപ്പൂപ്പനാ എപ്പോഴും കമ്മിറ്റിയിൽ അച്ഛനോട് വഴക്കിടുന്നത്. അച്ഛൻ്റെ പ്രസിഡന്റ് സ്ഥാനം തട്ടിയെടുത്തു എന്നാ പറഞ്ഞേ. ബെല്ലേ ഫിഷ്, അപ്പോൾ പാരയാണല്ലേ? അമ്പാടി പതുക്കെ പല്ല് കടിച്ചു. എന്നെ താഴെ നിർത്തുവോ? അവൾ പറഞ്ഞതിനൊപ്പം ഒന്ന് മൂളിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. എൻ്റെ പട്ടി നിർത്തും. കണ്ട പാരകളെ കാണുമ്പോൾ താഴെ ഇടാൻ വേണ്ടിയല്ല നിന്നെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്തത്. അവൻ പറയുമ്പോഴും ആ കഴുത്തിൽ മുറുക്കി പിടിച്ചു പെണ്ണ്. ആ നിമിഷം അമ്പാടി കണ്ണ് കൂർപ്പിച്ച് മുൻപോട്ട് നോക്കി. കണ്ണു പിടിക്കാതെ മുൻപിൽ നിൽക്കുന്ന രൂപം വലത്തെ കൈകൊണ്ട് നെറ്റിയിൽ തടം കെട്ടി നോക്കുന്നു. കിളവന് കണ്ണ് കാണത്തില്ലേ? അമ്പാടി പതുക്കെ പല്ല് കടിച്ചു. ഇല്ല, കഴിഞ്ഞ 3 മാസമായി ശരിക്കും കാണില്ല. തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. വെറുതെ അല്ല, കുറച്ച് നാളായി കോവിലി കാണാത്തത്. അമ്പാടി പറഞ്ഞു തീർന്നതും അവർക്കടുത്തേക്ക് വന്ന് അയാൾ കണ്ണ് കൂർപ്പിച്ചു. മാർക്കുവിനെയും കൊണ്ട് അവനൊരു വശത്തേക്ക് ചെരിഞ്ഞു. നീ ഏതാടാ കൊച്ചനെ? ചക്കയാണോ നിൻ്റെ കയ്യിൽ? അയാൾ പിന്നെയും അവനെ ചുറ്റി വരാൻ നേരം അവളെ ഒന്ന് നോക്കിയവൻ. ചക്കയോ? ആ നിമിഷം അമ്പാടിയുടെ ചുണ്ടി ചിരി പൊട്ടി. പച്ച പട്ടുപാവാടയിൽ പേടിച്ചരണ്ട് ചുരുണ്ടുകൂടി കിടക്കുന്നവൾ. ആ അപ്പൂപ്പ, ചക്കയാ. ഉറക്കെ പറഞ്ഞവൻ അയാളെ പറ്റിച്ച് വീണ്ടും ഒന്ന് വട്ടം ചുറ്റി. ആ പുഴവക്കി നിൽക്കുന്ന മുഴുത്ത ചക്ക മുഴുവൻ ഇട്ടുകൊണ്ട് പോകുന്നേ നീയാണോടാ?
ഇത് പുഴവക്കലെ ചക്കയല്ല, കുറുപ്പന്മാരുടെ വീട്ടിലെ സതീഷ് മാമൻ്റെ ചക്കയാ. മാർക്കോവിനെ അയാൾ കാണാത്ത തരത്തിൽ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ഉറക്കെ പറയുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ആയത്തിൽ പിച്ചി പെണ്ണ്. അല്ലെങ്കിലും അടിവാരത്തുനിന്ന് വരുത്തന്മാർ വന്ന് നാട്ടിലെ ചക്ക മുഴുവൻ ഇട്ടുകൊണ്ട് പോവുക. ഈ നാട്ടിലുള്ളവർക്ക് വല്ലതും അറിയണോ? അമ്പലം വിഴുങ്ങും നടക്കുമല്ലേ ഓരോമാർ. നിന്റെ അച്ഛനെയാ, അമ്പാടി പതുക്കെ പറഞ്ഞതും മുഖം കൂർപ്പിച്ചു പെണ്ണ്. പിന്നെ എൻ്റെ അച്ഛന് ചക്ക നോക്കാനല്ലേ ജോലി. കിളവന് പണ്ടേ അച്ഛനോട് ദേഷ്യ. ചവിട്ടി വെള്ളത്തിലിടട്ടെ? അമ്പാടി പതുക്കെ ചോദിച്ചതും ചുണ്ട് കൂട്ടിപ്പിടിച്ചവൾ. നീ എന്തുവാടാ കൊച്ചനെ പെറുപിറുക്കുന്നേ? ആ ചക്ക ഇവിടെ വെച്ചിട്ട് പോടാ. വീണ്ടും അയാളുടെ ശബ്ദം ഉയരുമ്പോൾ അവളെയും കൊണ്ട് ഒന്ന് കറങ്ങി അവൻ. ഒന്നുമില്ല അപ്പൂപ്പ, ഞാൻ ഈ ചക്ക ജംഗ്ഷനിൽ ഇറക്കാം. അപ്പൂപ്പൻ പോയി കുളിച്ചോ. മീൻ കൊത്താതെ നോക്കണേ, മീൻ അറിയത്തില്ല അപ്പൂപ്പന് തിമിരമാണെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെയും കൊണ്ട് മുൻപോട്ട് ഓടി അവൻ. ഓ ഭാഗ്യം! കാറിൻ്റെ അടുത്ത് വന്ന് അണച്ചു നിന്നവൻ ചിരിയോടെ അവളെ താഴെ ഇറക്കുമ്പോൾ അവളും അവനോട് ചേർന്ന് ചിരിച്ചു. കയറ്. ഡോർ തുറന്ന് അവളെ അകത്തിരുത്തുമ്പോൾ ചുറ്റുമൊന്ന് നോക്കി മാർക്കൂ. അമ്പാടിയേട്ടാ, എൻ്റെ സ്റ്റിക്ക്. ആ, അത് ഞാൻ എടുത്തോണ്ട് വരാം. അല്ലെങ്കിൽ ആ കിളവൻ കരിമ്പാണെന്ന് കരുതി ചവച്ച് തിന്നും. പറഞ്ഞുകൊണ്ടവൻ പടവിലേക്ക് ഓടുമ്പോൾ ചിരി അടക്കി മാർക്കൂ. സ്റ്റിക്ക് എടുക്കാൻ ചെന്നതും അമ്പാടി ചിരി അടക്കി കണ്ണ് കൂർപ്പിച്ചു നോക്കി. വശത്ത് നിൽക്കുന്ന പ്ലാവിലെ ചക്ക എണ്ണുന്ന അപ്പൂപ്പൻ. കഴിഞ്ഞ കന്നി കായ്ച്ചതാ. മുഴുത്ത ചക്കയല്ലായിരുന്നോ? അത് മുഴുവൻ കണ്ടോമാരിട്ടോണ്ട് പോയി. എന്നാൽ ചിറ്റപ്പനൊരു കഷ്ണം വേണമെന്നവൻ ചോദിച്ചില്ല. താടിക്ക് കൊടുത്തയാൾ മുകളിലോട്ട് നോക്കി കണ്ണു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ കാണാതെ സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഓടി അമ്പാടി. ഇന്നാ തിരിച്ചു വന്നവന് അതവളുടെ കയ്യിൽ കൊടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറുമ്പോൾ ശ്വാസമൊന്ന് എടുത്തു വിട്ടുകൊണ്ട് അവളെ നോക്കി. എൻ്റെ പൊന്നു മാർക്കൂ, അടുത്ത പ്രാവശ്യം ചക്കയിടുമ്പോൾ ആ കിളവന് മൂത്ത 2 കഷ്ണം കൊടുക്കാൻ ചിത്രമ്മയോട് പറയണം. എന്തൊരാർത്തിയാണോ! നിന്നെ ഇപ്പം കൈ കിട്ടിയാലേ ചക്കയാണെന്ന് കരുതി വെട്ടി കണ്ടിക്കോ അയാൾ. ചിരിയോടെ പറഞ്ഞവൻ മുമ്പോട്ട് വണ്ടിയെടുത്ത് പിള്ളേരുടെ ട്യൂഷൻ ക്ലാസ് ലക്ഷ്യമാക്കി വിടുമ്പോൾ മാർക്കു ചിരി അടക്കി പിടിച്ചു. അമ്പാടിയേട്ടാ, ട്യൂഷൻ വിട്ട് വന്നതും 2 പേരും മുൻപിൽ നിൽക്കുന്നവളെ നോക്കാതെ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ എന്നെ വേണ്ട. അവൾ ചുണ്ടുപൊളുത്തുമ്പോൾ അമ്പാടിക്ക് ചുറ്റും ചേർന്ന് 2 പേരും. ആ, അല്ലേലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ എല്ലാവരും. ഹരി കുറുമ്പോടെ പറഞ്ഞതും കുശുമ്പ് കുത്തി അമ്പാടിയെ നോക്കി പെണ്ണ്. ഗൗരി, അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലെന്നല്ലേ പറയുന്നേ? സത്യമാ, കണ്ടില്ലടി നിങ്ങളുടെ ചേച്ചിയുടെ കുശുമ്പ്. അവൻ പറഞ്ഞതും ഉറക്കെ ചിരിച്ചു 2 ആളും. ഞങ്ങളുടെ പൊന്നു ചേച്ചിയെ പൊന്നു പോലെ നോക്കാമെന്ന അമ്പാടിയേട്ടൻ ഞങ്ങളുടെ വലിയേട്ടനാണെന്നാ അച്ഛൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഏട്ടൻ മാത്രമല്ല, ദൈവം കൂടിയാ. ഗൗരി പ്രായത്തിലും കവിഞ്ഞ പക്വതയോടെ പറയുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം മാർക്കുവിനൊപ്പം അവളെയും ഒന്ന് ചേർത്ത് നിർത്തി അമ്പാടി. ദൈവമൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ പൊന്നു ചേച്ചിയെ ഞാൻ വേദനിപ്പിക്കത്തില്ല, പോരെ? അവൻ പറഞ്ഞതും 2 പേരും ചിരിച്ചുകൊണ്ട് തല ആയത്തി കുലുക്കി. ശേഷം ഹരി കാറിലേക്ക് എത്തി നോക്കി. അമ്മ എന്താ വിളിക്കാൻ വരാനേ? ഹരി ചോദിക്കുമ്പോൾ മാർക്കുവിനെ അകത്തേക്ക് കയറ്റി ഡോറടിച്ചവൻ പിള്ളേരെയും അകത്ത് കയറ്റി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തല മെല്ലെ ചിരിച്ചു. സുധിയേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം, ചിത്രാമ്മയും കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എൻ്റെ വീട്ടിലാക്കാൻ ചിത്രാമ്മയാ പറഞ്ഞേ. പറഞ്ഞുകൊണ്ട് അമ്പാടി കാറ് മുൻപോട്ടെടുത്തു. ആണോ? അതെന്താ? സുധിയേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഗൗരിയുടെ സംശയത്തിൽ മെല്ലെ ചിരിച്ചവൻ. ഏയ്, കുഴപ്പമൊന്നുമില്ല. സുധിയേട്ടൻ്റെ വലത്തെ കൈ പതുക്കെ അനങ്ങിത്തുടങ്ങി, അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ കൊണ്ടുപോവാ. അമ്പാടിയേട്ടാ, ഞങ്ങളുടെ ട്യൂഷൻ ചേച്ചിയുടെ അച്ഛൻ പറയുന്നത് കേട്ടു, മേലേപ്പാട്ട് വീട്ടിലെ ആരെയോ കൊമ്പം കുത്തിയെന്ന്. ആരെ അമ്പാടിയേട്ടാ കുത്തിയത്? ഞങ്ങൾ പേടിച്ചു പോയി, കിച്ചേട്ടനാണെന്ന്. അത് കേട്ടപ്പോൾ തൊട്ട് ഹരി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അറിഞ്ഞേ വേറെ ആരോ ആണെന്ന്. പുറകിലെ സീറ്റിൽ നിന്നും അല്പം മുൻപോട്ട് ഇറങ്ങി ഗൗരി. ആ, ബെസ്റ്റ്. നിങ്ങൾ മാത്രമല്ല, ആ കവലയിലൊക്കെ അത് പാട്ടായി.
മേലെപ്പാട്ടെ കൊച്ചനെ കൊമ്പും കുത്തിയെന്ന്. അത് കിച്ചേട്ടനല്ലാട്ടോ. പിന്നെ ആരാ അമ്പാടിയേട്ടാ? ഹരി സംശയത്തോടെ ചോദിക്കുമ്പോൾ അമ്പാടി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി തിരിച്ചു. എടീ, ലച്ചു ചേച്ചിയുടെ കല്യാണത്തിന് ഒരമ്മാവൻ വന്ന് വഴക്കുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? മാർക്കു അല്പം ചെരിഞ്ഞിരുന്ന് ചോദിക്കുമ്പോൾ ഹരി ആലോചിച്ചുകൊണ്ട് കണ്ണു മുകളിലേക്ക് വെച്ചു. ആ, ഓർമ്മയുണ്ട്. ചോറുണ്ണാതെ എല്ലാവരെയും കൊണ്ടുപോയ അപ്പൂപ്പനല്ലേ? ഹരിയാണ് മറുപടി കൊടുത്തത്. അപ്പൂപ്പനല്ലടിയത്, ലച്ചു ചേച്ചിയുടെ അമ്മാവനാ. ആ അമ്മാവൻ്റെ മോനെയാ ആന കുത്തിയേ, അല്ലേ അമ്പാടിയേട്ടാ? മാർക്കു ചോദിക്കുമ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ മെല്ലെ തല കുലുക്കിയവൻ. അതെ അതെ, സുധിയേട്ടനെ കാണാൻ വന്നതാ. അന്നേരം ആന ഇറങ്ങിയെന്ന് കേട്ടേ ഓടിപ്പോയി. ഷോ, പാവം. ലച്ചു ചേച്ചിക്ക് എന്ത് സങ്കടമായി കാണുമല്ലേ? ഗൗരി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചുണ്ട് പതുക്കെ കൂർപ്പിച്ചു. പിന്നെ സങ്കടം കൊണ്ട് ലച്ചു ചേച്ചി 2 കലം ചോറല്ലേ കഴിച്ചു തീർത്തത്. അമ്പാടി ചിരിയടക്കിയതും പിള്ളേര് രണ്ടും കണ്ണു തള്ളി. എൻ്റെ ഗൗരി ആ അമ്മാവനെ പോലെ തന്നെയാ ഈ കാട്ടുമാക്കാനും. ആരുമില്ലാത്ത സമയത്തെ ചേച്ചി ഉപദ്രവിക്കാൻ വന്നതാ. ഭാഗ്യം കൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു. അവൻ ആനയുടെ മുമ്പിലുമായി. അമ്പാടി പറഞ്ഞു തീരുമ്പോഴേക്കും വണ്ടി വീടിന് മുൻപിൽ എത്തിക്കഴിഞ്ഞു. ആ പുറകിലിരിക്കുന്ന കവർ കയ്യിലെടുത്തോ. ഐസ്ക്രീമും ചോക്ലേറ്റും ഉണ്ട്. അമ്പാടി പറഞ്ഞതും ഹരി അത് ചാടിയെടുത്തു. വഴക്കിടാതെ എല്ലാവർക്കും കൊടുക്കുമോ? സീറ്റ് ബെൽറ്റ് ഊരുന്നതിനിടയിൽ അവൻ കുറുമ്പോടെ നോക്കിയതും കുഞ്ഞിപ്പെണ്ണ് ചുണ്ട് പൊളുത്തി. ഇച്ചിരി കൊടുക്കാം. തന്നില്ലെങ്കിൽ വൈകുന്നേരം ഹോംവർക്ക് ചെയ്ത് തരില്ല ഞാൻ. ഗൗരി പറഞ്ഞതും അവളെ പാഴിപ്പിച്ച് കാണിച്ചു പെണ്ണ്. പൊന്നു ചേച്ചി ചെയ്തു തരും, നീ ചെയ്തു തരണ്ട. ഞാൻ ചെയ്തു തരില്ല, എനിക്കും ഐസ്ക്രീം വേണം. മാർക്കു പറഞ്ഞതും അമ്പാടി മൂന്നിനെയും മാറി മാറി നോക്കി. 3 പേരും കൂടി തല്ലുകൂടണ്ട, 3 പേർക്കും ഉള്ളതുണ്ട്. അതിൽ ചക്കപ്പഴത്തിൻ്റെ ഫ്ലേവർ ഉണ്ട്, അത് പ്രത്യേകം ഇവക്ക് കൊടുക്കണം. അവൻ പറഞ്ഞതും അവൻ്റെ കയ്യിൽ ആയത്തിൽ നുള്ളി പെണ്ണ്. ആ, വേദനിപ്പിക്കാതെ പെണ്ണേ. 2 പേരും പരസ്പരം കണ്ണെറിഞ്ഞതും പിള്ളേർ രണ്ടും പുറത്തേക്ക് ചാടി ഇറങ്ങി. ഉമയമ്മേ. ഓടിച്ചെന്ന് അവരെയും കാത്തു നിൽക്കുന്ന ഉമയുടെ 2 കൈക്കുഴയിലേക്ക് കയറി രണ്ടും. എത്ര നേരമായി അമ്പാടി ഞാനിവിടെ നോക്കി നിൽക്കുന്നു. ചിത്രയും വിളിച്ച് ചോദിച്ചു. മോളെ കൊണ്ട് പോയതല്ലേ? പരിഭ്രമത്തോടെ അവർ നോക്കുമ്പോൾ പതുക്കെ മാർക്കോനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ അമ്മേ, ഞാനല്ലേ ഇവളെയും കൊണ്ട് പോയത്? ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ എന്താ? അവൻ പറഞ്ഞതും ഉമ്മ നേർത്ത ചിരിയോടെ മാർക്കോൻ്റെ കയ്യിൽ പിടിച്ചു. നിന്റെ കൂടെ ആയോണ്ടാ പേടി, നിനക്ക് ബോധവും ഇല്ല. വണ്ടി കൈ കിട്ടിയാൽ പിന്നെ നീ ദേവലോകത്തെ രാജാവാണല്ലോ. ഉമ്മ പറഞ്ഞതും പിള്ളേര് രണ്ടും ഐസ്ക്രീം പൊട്ടിച്ച് വായിൽ വെച്ചുകൊണ്ട് ചിരിച്ചു. അത് കണ്ടതും അമ്പാടി അവരെ നോക്കി കണ്ണ് കൂർപ്പിച്ചു. അയ്യടി, ഐസ്ക്രീം കിട്ടിയപ്പോൾ എന്നെ വേണ്ട. നീ പറഞ്ഞത് നേരടി, ഇവളുമാർക്ക് അപ്പം കാണുന്നത് അപ്പൻ. അമ്പാടി പറഞ്ഞതും മാർക്കു ചിരിയടക്കി രണ്ടിനെയും നോക്കി. ഇനി ഇവിടെ കിടന്ന് 4 തല്ലുകൂടണ്ട. നീ വേഗം മേലെപ്പാട്ടേക്ക് ചെല്ലാൻ നോക്ക്. പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മക്കൾ വാ, അകത്ത് കയറിയിരിക്കുക. ഉമ്മ പതുക്കെ മാർക്കുവിൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ അമ്പാടി ചിരിച്ചുകൊണ്ട് മുൻപോട്ട് പോയൊന്ന് നിന്നു. അച്ഛൻ വിളിച്ചോ അമ്മേ? എന്തെങ്കിലും പറഞ്ഞോ? എന്തായി അവിടുത്തെ കാര്യം? വിളിച്ചിരുന്നു, ചെറിയ അനക്കം മാത്രം ഉള്ളെന്നാ കേട്ടെ. കഷ്ടം, ഒറ്റ മോനല്ലേ. ഉമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അതിന് ചത്തില്ലല്ലോ, ചാകത്തുമില്ല നാറി. അമ്പാടി പല്ല് കടിച്ചതും ഉമയൊന്നും മനസ്സിലാകാതെ അവനെ നോക്കി. അല്ല, സുധിയേട്ടൻ രക്ഷപ്പെട്ടു വന്ന പോലെ വന്നാലോ അന്ന് പറഞ്ഞതാ. ആ, അത് പറയാൻ പറ്റില്ല. ദൈവം തമ്പുരാൻ തലയിൽ ആയുസ് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. പിന്നെ ജോർജ് കോശിയങ്കിൾ ആ ചെറുക്കൻ്റെ സ്ഥലത്തെ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ? ഉമ പറഞ്ഞതും അമ്പാടി പുരുകുയർത്തി. അവിടുത്തെ പോലീസുകാർ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന്. സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഉള്ളിൽ എവിടെയോ വീട്. അയാൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറയുന്നത് കേട്ടു. കിച്ചേട്ടൻ വിളിച്ചിട്ടും എടുത്തില്ല. ഇനി അങ്ങേര് തൂങ്ങിച്ചതോ? അമ്പാടി കണ്ണ് മുകളിലേക്ക് പിടിച്ചതും ഉമ്മ അവൻ്റെ കയ്യിൽ ഒന്ന് തല്ലി. കുരുത്തക്കേട് പറയാതെ ചെക്ക, നീ ആദ്യം പോകാൻ നോക്ക്. ഉമ അകത്തേക്ക് പോകുമ്പോൾ അമ്പാടി കാറിലേക്ക് കയറി. നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു അമ്പാടി?
എന്താ ഇത്ര താമസിച്ചേ? മേലേപ്പാട്ടെ വീടിന് മുൻപിൽ നിർത്തിയ കാറിൽ നിന്നും അമ്പാടി ഇറങ്ങിയതും കിച്ചൻ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നു. അത് അത് പിന്നെ ക്ലാസ് കഴിയാൻ സമയമെടുത്തു, അതുകൊണ്ടാ. വിളിച്ചു പറയാൻ ഞാൻ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നല്ലോ, ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. അമ്പാടി കിച്ചന് മുഖം കൊടുക്കാതെ ഡോറടച്ചതും കിച്ചൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് തല മെല്ലെ കുലുക്കി. എടാ മോനെ അമ്പാടി, നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ വരെ എത്തിയത്. അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കല്ലേ? അതിന് കിച്ചേട്ടൻ ഈ പ്രായത്തിൽ സ്വപ്നം കണ്ട പെണ്ണിനെ നോക്കി നടക്കുമല്ലായിരുന്നോ? പിന്നെങ്ങനെ മരം കയറും? അല്ല, പ്രേമിച്ച് നടക്കാൻ സമയം കിട്ടിയത്. ചാവിയുമായി അമ്പാടി അടുത്തേക്ക് വന്നതും കിച്ചൻ കാറിലേക്ക് ചാരി. ആ, അത് നീ പറഞ്ഞത് നേരാ. അന്നേ അവളുടെ മഞ്ഞ ധാവണി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ നാട് വിട്ട് ഡൽഹിക്ക് ഞാൻ പോകില്ലായിരുന്നു. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേമിച്ച് നടക്കാൻ യോഗമില്ലാതെ പോയി. അതിന് ഇനിയും സമയമുണ്ട് കിച്ചേട്ടാ. അല്ല കിച്ചേട്ടാ, കിച്ചേട്ടനോട് ആ മൂപ്പം പറഞ്ഞതല്ലേ കാടിറങ്ങി വരുന്ന കൊമ്പൻ 6 ദിവസം കഴിഞ്ഞാൽ അതിർത്തി വരുമെന്ന്? അപ്പം കിച്ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ഹർഷേട്ടനെ ഇങ്ങോട്ട് വരുത്തിയതാണോ? അമ്പാടി ഒറ്റ പുരികമുയർത്തി ചോദിക്കുമ്പോൾ കിച്ചൻ അല്പം ഉറക്കെ ചിരിച്ചു. അതെ, അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തിയതാ. ഒന്നില്ലെങ്കിൽ കൊമ്പിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട്. രണ്ടായാലും അവനെ തീർക്കാൻ തന്നെ ആയിരുന്നു. കിച്ചൻ്റെ കണ്ണുകൾ നാലുപാടും പായുമ്പോൾ അവൻ അടുത്തേക്ക് വന്ന അമ്പാടി. അവനെ എങ്ങനെയാ കിച്ചേട്ടൻ ഇത്ര കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചത്? ഞാൻ എത്തിച്ചതൊന്നും അല്ലടാ, അവനായി വരാൻ നിന്നതാ. അതിന് ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. കിച്ചൻ അവൻ്റെ തോളിക്കൂടി കൈ ചേർത്ത് പിടിക്കുമ്പോഴും അവനിൽ സംശയം തീർന്നു. നിന്റെ സംശയങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം തരാം, പക്ഷേ അതിനു മുൻപ് ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ മാണിക്കോത്ത് വീട്ടിൽ സദാനന്ദനെ പൂട്ടണം. സദാനന്ദനോ? ആ കിളവൻ എന്ത് ചെയ്തു? അയാൾക്കെന്താ ഇതിൽ പങ്ക്? അമ്പാടി കണ്ണ് തള്ളി. ഉണ്ട്, അയാളുടെ ലക്ഷ്യം ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മിയിലേക്ക് എത്താൻ മുൻപിലുള്ളതൊക്കെ വെട്ടി നിർത്താൻ മകൻ ആഹ്വാനം ചെയ്തത് അയാളാ. കിച്ചൻ ചായ്പിൻ്റെ പടിയിലേക്ക് ഇരിക്കുമ്പോൾ അവൻ ഒപ്പുവരുന്ന അമ്പാടി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കിച്ചേട്ടാ. ഹർഷനിലേക്ക് എത്തുന്നതൻ സമയം തന്നെ ഞാൻ അയാളിലേക്കും എത്തിച്ചേർന്നിരുന്നു. അയാളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരുന്നു. എന്തായിരുന്നു അയാളുടെ ആവശ്യം? ഒരു നിമിഷം കിച്ചൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അമ്പാടിക്ക് വേണ്ടി സദാനന്ദനിലേക്ക് ഇറങ്ങിച്ചെന്നവൻ. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന അയാൾ തലയൊന്ന് തുവർത്തി ടേബിളിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി. കുറച്ച് നേരമായല്ലോ ഇത് കിടന്ന് അടിക്കാൻ തുടങ്ങിയിട്ട്. ആ ചെറുക്കനായിരിക്കും. അവനോട് പറഞ്ഞതാ ഒരു കാരണവശാലും എന്നെ വിളിക്കരുതെന്ന്. പിടിച്ചു കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് എനിക്ക് ജയിലിൽ പോയി ഉണ്ട തിന്നാൻ വയ്യ. ഓ പുല്ല്. പല്ല് കടിച്ച് നനഞ്ഞ തോർത്ത് കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത അയാൾ 8 മിസ്ഡ് കോൾ, അതും ലക്ഷ്മിയുടെ നമ്പറിൽ നിന്ന്. ഇവളെന്തിനാ എന്നെ വിളിച്ചത്? ആ, അവൻ ചത്തു കാണും. കെട്ടിയവൻ ചത്തെന്ന് പറയാനായിരിക്കും. ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ചുണ്ടൊരു വശത്തേക്ക് കോട്ടി അയാൾ. മോളെ ലക്ഷ്മി, അവൻ്റെ പുലകുടിയടിയന്തരം കഴിഞ്ഞ് 41ൻ്റെ അന്ന് നിന്റെ കഴുത്തിൽ എൻ്റെ മോൻ താലി കെട്ടിയിരിക്കും. മാണിക്കോത്ത് തറവാട്ടിലെ കണക്കില്ലാത്ത സ്വത്തിന് ഏക അവകാശി നീ ഒരാളാണെന്നറിഞ്ഞ നിമിഷം തകർന്നു പോയതാ ഞാൻ. ആ കിളവൻ ജോത്സ്യൻ പെണ്ണും പിടക്കോഴിയും കെട്ടാതെ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെയും നിന്റെ പേരിലടി എഴുതി വെച്ചത്. അതറിഞ്ഞ നിമിഷം മുതൽ ഇതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്നായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. നിന്റെ ചന്തത്തിൽ മയങ്ങി എൻ്റെ മകൻ ഹർഷൻ തന്നെ ധാരാളമായിരുന്നു നിനക്കെതിരെയുള്ള കരുനീക്കാൻ. പറയുന്നതിനൊപ്പം അയാളുടെ ഓർമ്മകൾ അല്പം പുറകോട്ട് പോയി. നീ ഇനിയെന്നാ തിരിച്ചു ദുബായിലേക്ക് പോകുന്നത്? ചാരുപടിയിലിരുന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ഗ്ലാസ്സിൽ മദ്യം നുണഞ്ഞു കുടിക്കുന്ന ഹർഷൻ അടുത്തേക്ക് വന്ന അയാൾ. സരോജത്തിൻ്റെ നാട്ടിലെ കോവിലിൽ പോയി
ഉത്സവമൊക്കെ കൂടിയല്ലേ, അടുത്ത ആഴ്ച തന്നെ ടിക്കറ്റ് എടുത്തോണം. അയാൾ പറഞ്ഞതും കയ്യിലെ ഗ്ലാസുമായി ചാടി എഴുന്നേറ്റ് കിച്ചൻ. ഇന്ന് വെളുപ്പിനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതിനു മുമ്പ് കെട്ടിയെടുത്ത് പോകുന്ന കാര്യമാണോ പറയുന്നത്? ഇനി എന്നാ തന്തേ നിങ്ങൾ നന്നാവുന്നത്? ദാർഷ്ട്യത്തോടെ അവൻ മുഖം വെട്ടിക്കുമ്പോൾ സദാനന്ദൻ്റെ കണ്ണിൽ ദേഷ്യം വിരച്ച് കയറി. നീ ഇവിടെ നിന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ ഞാൻ സമാധാനം പറയേണ്ടി വരും, കാണുന്ന പെണ്ണുങ്ങളുടെ ഗർഭം വരെ. വായിൽ വന്ന വാക്കുകളെ അയാൾ പല്ലുകടിച്ച് നിർത്തി. നിങ്ങളും ഈ കാര്യത്തിലൊട്ടും പുറകോട്ടല്ലായിരുന്നല്ലോ. എൻ്റെ തള്ളയെ പിഴപ്പിച്ച് വയറ്റിലുണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ കെട്ടിയത്? ആ തള്ളയുടെ തള്ളയെ വരെ വെച്ചുകൊണ്ടിരുന്നത് നിങ്ങളല്ലേ? ആയത്തിൽ ഗ്ലാസ്സിലെ മദ്യം വലിച്ചു കുടിച്ചവൻ. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, തന്തയെ കണ്ടു തന്നെയാ മക്കൾ പഠിക്കുന്നേ. അവൻ കണ്ണു വെട്ടിക്കുമ്പോൾ അയാൾ ദേഷ്യം അടക്കി പിടിച്ചു. സമ്മതിക്കുന്നു, അച്ഛൻ്റെ പാത തന്നെ മക്കൾ തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ട്. പക്ഷേ അത് ഈ നാട്ടിൽ വേണ്ട. നീ ദുബായിലുള്ള ഫിലിപ്പീനി പെണ്ണുങ്ങളുടെ മണ്ടേ കയറാൻ പോയാൽ മതി. ആരുടെ മണ്ടേ കയറണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും തൽക്കാലം തിരിച്ചു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം എനിക്കൊരു കല്യാണം കഴിക്കണം. അയാളുടെ മുഖത്ത് നോക്കാതെ ഹർഷം പറയുമ്പോൾ അയാളുടെ ചുണ്ട് കോടി. കല്യാണമോ? നിനക്കോ? അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബോധമുണ്ടോടാ നിനക്ക്? അയാൾ മുഖം കൂട്ടിയതും ഹർഷൻ അയാളുടെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞത് തമാശയല്ല, എനിക്ക് ഒരു കല്യാണം കഴിക്കണം, അതും ഞാൻ പറയുന്ന പെൺകുട്ടിയെ. അവൻ തറപ്പിച്ചു പറഞ്ഞതും അവൻ്റെ മുഖത്തേക്ക് കണ്ണ് കൂർപ്പിച്ച് നോക്കി അയാൾ. ഏത് പെൺകുട്ടി? ലക്ഷ്മി, സരോജപ്പച്ചയുടെ മോൾ ലക്ഷ്മി. അവൻ്റെ നാവിൽ നിന്നും ആ പേര് വന്നതും സദാനന്ദൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്നോടത് പറയാൻ? കാൽ കാശിന് ഗതിയില്ലാത്തവളെ എൻ്റെ കുടുംബത്തെ മരുമോളായി വാഴിക്കാമെന്ന് നീ കരുതണ്ട. ദേ തന്തേ, ജനിപ്പിച്ച കണക്കും കോപ്പമൊന്നും ഞാൻ നോക്കില്ല, കൊന്നുവല്ല പൊട്ടക്കണ്ടിലും തള്ളും. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കല്ലേ. നാളെ തന്നെ അപ്പച്ചയെ വിളിച്ച് പെണ്ണ് ചോദിക്കണം. ഇതെൻ്റെ തീരുമാനമാണ്. കയ്യിലിരുന്ന ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൻ പോകുമ്പോൾ അയാൾ വലത്തെ തൂണിൽ കലിയടക്കി വിരലുകൾ അമർത്തി തുടച്ചു. ഹർഷം പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? സരോജത്തെ വിളിച്ചൊന്ന് സംസാരിക്കണ്ടേ? സദാനന്ദന് മുൻപിലെ പാത്രത്തിലേക്ക് 2 ഇഡലി വെച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി അവർ. നടക്കില്ല വിലാസിനി, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നു. അമ്മയും മോനും സ്വപ്നത്തെ നിരീക്കണ്ട. അല്ല, അവനങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനും ആഗ്രഹിച്ചു. ഇതോടെ ചിലപ്പോൾ അവൻ്റെ സ്വഭാവം നന്നായോലോ. ആ, നിങ്ങൾ പറയുന്നത് ശരി. നല്ലൊരു കൊച്ചാ ലക്ഷ്മി. ഇവിടം കൊണ്ട് അതിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട. പറഞ്ഞുകൊണ്ടവർ തിരിഞ്ഞതും അയാൾ ചുണ്ടുകൂട്ടി. ലക്ഷ്മിയുടെ മുഖത്തിൻ്റെ ഐശ്വര്യം കണ്ടും അവളുടെ സ്വഭാവ മഹിമയുടെ കൂടുതലും കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞതും ആ അമ്മയൊന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ ആ ചോദ്യത്തിനനുസരിച്ച് പാത്രം അല്പം മുൻപിലേക്ക് തള്ളി മാറ്റി എഴുന്നേറ്റയാൾ വാഷ് ബേസിനടുത്തിയെന്ന് കൈ കഴുകിക്കൊണ്ട് മിററിൽ കൂടി അവരെ നോക്കി. കാൽക്കാശിന് ഗതിയില്ലാതെ ആ ഓണം കയറാൻ മൂലെ മാടിനെ നോക്കി കഴിയുന്നവളെ കൊണ്ട് കെട്ടിക്കാനല്ല സദാനന്ദൻ ആണൊരുത്തനെ ഉണ്ടാക്കി വിട്ടേക്കുന്നത്. അയാൾ കണ്ണടിയും നോക്കിയതും അവർ മുഖം വെട്ടിച്ചു. ഇട്ട് മൂടാനുള്ള സ്വത്തുള്ള നല്ല ചൊക എന്നുള്ള പെൺപിള്ളേരെ ഞാൻ കൊണ്ടുവരും. അല്ലാതെ അവൻ്റെ ഒരു ലച്ചമി. വാഷ് ബേസിനിലേക്ക് ആയത്തിൽ തുപ്പി അയാൾ. നിങ്ങളുടെ ആണൊരുത്തിന് പെണ്ണ് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? നാട് നീളെ പെണ്ണും പിടിച്ച് പേരുദോഷം ഉണ്ടാക്കി നടക്കുന്നതിന് കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും കൊടുക്കുമോ? ലക്ഷ്മി ആണെങ്കിൽ അത് നടക്കും. എൻ്റെ കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണോടി അത് നടക്കുമെന്ന് നീ തറപ്പിച്ച് പറയുന്നത്? അയാളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അതുകൊണ്ടല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പെങ്ങളായി പിറന്നു എന്നുള്ള ഒരു കുറ്റം മാത്രമേ നാത്തൂനുള്ളൂ. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും നാത്തൂൻ ലക്ഷ്മിയുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് പറഞ്ഞു. പാവം, ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ സ്വന്തം കാലം നിൽക്കാനുള്ള ശ്രമ. നാത്തൂൻ്റെ കണ്ണടയും മുന്നേ
അവളെ ആരുടെയെങ്കിലും കൈപിടിച്ച് കൊടുക്കണമെന്നുണ്ട്. കെട്ടിച്ചു വിടാനൊരു നീക്കുപോക്കുമില്ല. ഇൻഷുറൻസ് പുതുക്കാതിരുന്നുകൊണ്ട് ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചപ്പോൾ ആ വകയിൽ കിട്ടാനുള്ളതും കിട്ടിയില്ല. കഷ്ടകാലം എന്നല്ലാണ്ട് എന്തു പറയാനാ. ആ അമ്മ താടിക്ക് കൈ കൊടുത്തു. അപ്പോൾ നിനക്കും അറിയാം ഇങ്ങോട്ട് കിട്ടാനൊന്നും ഇല്ലെന്നല്ലേ? എന്നിട്ടാണോടി ആ നശിച്ച പെണ്ണിനെ ഈ കുടുംബത്തോട്ട് കെട്ടിയെടുക്കാൻ നോക്കുന്നേ? അയാൾ പല്ല് കടിച്ചുകൊണ്ട് കൈ തുടച്ച ടവൽ അവരുടെ തോളിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വത്തും പണവും ഒന്നും അല്ലല്ലോ, തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ. അവളെ കെട്ടിയാൽ അവൻ നന്നായാലോ? ആദ്യമായല്ലേ അവൻ അങ്ങനൊരു ആഗ്രഹം പറയുന്നേ? എൻ്റെ വിത്തല്ലേടി അവൻ. നന്നായത് തന്നെ. നിലവെറിഞ്ഞ് വിതയ്ക്കാൻ പഠിക്കണം, അല്ലാതെ പെണ്ണിൻ്റെ ചന്തത്തിൽ മയങ്ങുമല്ല വേണ്ടത്. നിലവറിഞ്ഞ് ഞാൻ ഒരുപാട് വിതച്ചിട്ടുണ്ട്. കൊയ്യുന്നതിന് മുമ്പ് വെട്ടി മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വർത്താനമൊന്നും വേണ്ട. ഇങ്ങർക്ക് ആ തള്ളയെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് പോയിക്കോളാം. അയാൾ പറയുന്നതും കേട്ട് ഹർഷൻ ഷർട്ടിൻ്റെ സ്ലീവ് ചുരുട്ടി താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ തള്ളയും മോനും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണല്ലേ നിൽക്കുന്നത്? ആ, ഇനി ഞാനായിട്ട് ചോദിച്ചില്ലെന്ന് വേണ്ട. ചോദിക്കും. പക്ഷേ സരോജത്തിനോ ലക്ഷ്മിക്കോ താല്പര്യമില്ലെങ്കിൽ ആ നിമിഷം ഇത് മറന്നേക്കണം. പിന്നെ ഞാൻ പറയുന്ന പെണ്ണിനെ ആയിരിക്കണം നീ വിവാഹം ചെയ്യേണ്ടത്. അയാൾ ഹർഷന് നേരെ വിരൽ ചൂണ്ടി. ആദ്യം നിങ്ങൾ വിളിച്ച് സംസാരിക്കുക. എന്നിട്ടവരുടെ അഭിപ്രായം പോലെ അവൻ തീരുമാനിക്കും. അല്ലേ മോനെ? ആ അമ്മ നോക്കുമ്പോൾ അവൻ മെല്ലെ തലകുലുക്കി. സമ്മതിച്ചിരിക്കുന്നു. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ കാര്യം ആവശ്യപ്പെടില്ല. പറഞ്ഞുകൊണ്ടവൻ മുൻപോട്ട് പോകുമ്പോൾ സദാനന്ദൻ നെഞ്ചിൽ കൈവച്ചു. എൻ്റെ ഭഗവതി, ഇവിടെ അവകാശമുണ്ടെന്ന് പറഞ്ഞ് ആ സരോജം ഈ കല്യാണത്തിന് സമ്മതിക്കുമോ? ഇവൻ ഒരാളെ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സ്വപ്നങ്ങൾ ഒന്നുമില്ലാത്ത പെണ്ണിനെ എടുത്ത് തലവിക്കേണ്ടി വരുമോ? അയാൾ തലയ്ക്ക് കൈയും കൊടുത്ത് സെറ്റിയിലേക്കിരുന്നു. ഒന്നും അല്ലാത്തതല്ലല്ലോ, അവക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഈ തറവാട്. അപ്പോൾ അതവക്ക് തന്നെ കിട്ടണം. ആ അമ്മ പറഞ്ഞതും അയാൾ ദോഷത്തോടെ അവരെ നോക്കി. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഉള്ള കാര്യമാണ് പറഞ്ഞേ. പെങ്ങളെ പറ്റിച്ച് എല്ലാം കയ്യിലാക്കുമ്പോൾ ഓർക്കണം, നാളെ വലിയ പണി വരുമെന്ന്. എന്നാ ഫോണെടുത്ത് വിളിക്ക്, ഞാനും നാത്തൂനോട് സംസാരിക്കാം. അവരയാളുടെ നേർക്ക് ഫോൺ നീട്ടുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങി അയാൾ. കുറച്ചു നേരത്തെ സംസാരത്തിനും വാക്ക് തർക്കത്തിനും ഒടുവിൽ ഫോൺ തിരികെ നൽകുമ്പോൾ ആ അമ്മ ആകാംക്ഷയോടെ മുഖം കുറിപ്പിച്ചു. നാത്തൂൻ എന്താ പറഞ്ഞേ? അവക്ക് അഹങ്കാരം. തലതെറിച്ച് നടക്കുന്നവന് ഈ വീട്ടിൽ പെണ്ണില്ലെന്ന്. എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നതെന്നറിയില്ല. എന്തായാലും ഇനി ആ പെണ്ണിൻ്റെ പുറകെ പോകില്ലല്ലോ ഇവിടുത്തെ തലതെറിച്ചവൻ. ആ, അതുമാത്രം ഒരാശ്വാസം. പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ 2 പടി കയറി അയാൾ ഒന്ന് നിന്നു. വിലാസിനി, ആ പെണ്ണിൻ്റെ കല്യാണം സുധിയുമായി ഉറപ്പിക്കാൻ പോവാന്ന് നമ്മളങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സുധിയോ? ആര്? ഭാനുമതി ചേച്ചിയുടെ മോനോ? നല്ല കൊച്ചന, അവക്ക് ചേരും. പറയുമ്പോൾ അറിയാതെയെങ്കിലും നിറഞ്ഞു വന്ന കണ്ണുകളെ അവർ വെട്ടിച്ചു. ആ, അതൊന്നും എനിക്കറിയില്ല. ആ മാരണം തലേന്നൊഴിവായി. എടി, സുധിയാകുമ്പോൾ ഒരു ഗുണമുണ്ട്. അയാൾ കയറിയ 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ കണ്ണു ചുളിച്ചു. തെക്കേപ്പുറത്തുള്ള 25 സെൻറ്റ് സ്ഥലം അമ്മ സരോജയ്ക്കും അവളുടെ മോക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ചത്തത്. ചാകാന്നേരം എന്നോട് മാത്രം പറഞ്ഞു. അത് മറ്റാർക്കും അറിയില്ല. ഇവനാവുമ്പോൾ അതൊന്നും ചോദിച്ചു വരാൻ പോകുന്നില്ല. വല്ല കവിതയും കുത്തിക്കുറിച്ച് അവിടെങ്ങാനും ഇരുന്നോളും. അയാൾ കുശാഗ്ര ബുദ്ധിയോടെ പറഞ്ഞതും താടിക്ക് കൈ കൊടുത്ത ആ അമ്മ. ശോ, നിങ്ങൾ എന്ത് ചതിയാ കാണിച്ചത്? ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ. ആ സ്ഥലം വിറ്റാൽ തന്നെ നല്ല വില കിട്ടും. ഒന്നും വേണ്ട, ആ മലമുകളിലുള്ളത് ആർക്കെങ്കിലും കൊടുത്തിട്ട് അതുങ്ങൾ ഇവിടെ വന്ന് നിന്നേനെ. എടിയടി, നീ കൂടുതൽ സഹതാപതരംഗം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കുറച്ച് കാശ് മുടക്കിയതേ ഉള്ളൂ, അതെൻ്റെ പേരിലായി. ഇനി നിന്റെ തന്ത ആ കോന്നാലി നായര് വിചാരിച്ചാൽ പോലും അതിൽ നിന്നും ഒരു തുണ്ട് ഭൂമി കിട്ടില്ല. അല്ലേലും എൻ്റെ അച്ഛന് നിങ്ങളുടെ ഒരു കുന്തവും വേണ്ട. ഇപ്പോഴും നല്ല അന്തസ്സായിട്ട് ഉള്ള മണ്ണി പണിയെടുത്താൽ ജീവിക്കുന്നത്.
മുഖം ഒന്ന് കൂട്ടിയവർ. ഓ, പറയുന്ന കേട്ടാ തോന്നും ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷിയാണെന്ന്. ചുറ്റും ഓല കൊണ്ട് മറിച്ച് 4 കപ്പ നട്ടതാണോടി കൃഷി? അയാൾ മുണ്ടൊന്ന് മടക്കിക്കുത്തുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ ദേഷ്യം നിറഞ്ഞു. ഒരു കാലത്ത് പട്ടിണി കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന കപ്പ തിന്നു തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ അമ്മയും പെങ്ങളും ഒക്കെ വിശപ്പടക്കിയത്. നന്ദി വേണമെന്ന് പറയുന്നില്ല, പരിഹസിക്കാതിരുന്നാൽ മതി. അതിൻ്റെ നന്ദി ഉള്ളതുകൊണ്ടാണല്ലോടി നിന്നെ കെട്ടി തലയിൽ വെച്ചത്. കപ്പത്തോട്ടത്തിൽ വെച്ച് എൻ്റെ മുമ്പിൽ തുണി ഉരിഞ്ഞു തന്നാ നീ ആരുടെയൊക്കെ മുമ്പിൽ തുണി ഉരിഞ്ഞു കാണൂടി. എന്നിട്ട് നിന്നെ കെട്ടിയതേ ആ നന്ദി മനസ്സിലുള്ളതുകൊണ്ടാണ്. മുണ്ട് അല്പം പൊക്കി പുറകിലെ തുടയിൽ തിരുമ്മിക്കൊണ്ട് അയാൾ പറഞ്ഞതും അനിഷ്ടത്തോടെ തല വെട്ടിച്ചവർ. അല്ലാതെ ഒരു ഗതിയും പരഗതിയില്ലാതെ നിന്നെ എടുത്ത് തോളി വെക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നോടി. പറയുന്നതിനൊപ്പം മുൻപിലെ ജഗ്ഗിൽ നിന്നും ഒരു തുടം വെള്ളം വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് അവരെ നോക്കി അയാൾ. ദോഷം പറയരുതല്ലോ, നീ വന്ന് കയറിയത് എനിക്കൊന്നൊന്നര ഐശ്വര്യം തന്നെയായിരുന്നു. കേസിൽ കിടന്ന അമ്മയുടെ സ്വത്ത് മുഴുവൻ എൻ്റെ പേര് കിട്ടിയില്ലേ. കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പറയും. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരില്ല ഈ സദാനന്ദൻ്റെ രാജയോഗം. ഇനി വരാൻ പോകുന്നത് ഗജകേസരി യോഗവാടി. അയാൾ ആർത്തിയോടെ മുഖം കുറിപ്പിക്കുമ്പോൾ സംശയത്തോടെ നോക്കിയവർ. എടി പൊട്ടിക്കാളി, ആ ജോത്സ്യരെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന എന്തിനാന്നോ? ആര്, വല്യമാവനെയോ? അവർ മുഖം ചുളിച്ചു. ആ, അതുതന്നെ. എൻ്റെ വിലാസിനി, ആ കിളവൻ്റെ പേരിലാടി മാണിക്കോത്ത് തറവാട്ടിലെ 3/4 പങ്ക് സ്വത്തും. നീ വിചാരിക്കും പോലെ ആ പഴയ തറവാട് മാത്രമല്ല, നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത അത്ര വസ്തുക്കളുണ്ട്. പണ്ടേ കാരണവന്മാരായിട്ടുണ്ടാക്കിയിട്ടതാ. അതൊക്കെ ആ മുതുകളവൻ കൈക്കലാക്കി വെച്ചേക്കുവാടി. അതൊക്കെ എവിടാണെന്ന് അങ്ങേർക്ക് മാത്രമേ അറിയൂ. ഒന്നും കാണാതെ അയാളെ ഞാനെടുത്ത് തലേ വെക്കില്ല, അറിയാലോ നിനക്കെന്നെ. അയാൾ പറയുമ്പോൾ കണ്ണും മിഴിച്ചു നിൽക്കുന്നവരുടെ മുൻപിലേക്ക് വന്നു. അതിനെല്ലാം അവകാശി ആരാ? ആരാ? അവർ കണ്ണു തള്ളി. കുടുംബത്തെ ആകെയുള്ള ആൺതരിയായ ഞാനും എൻ്റെ വിത്തും. മറ്റാരും അവകാശം പറയാൻ വരില്ലടി. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. നാത്തൂനും കൊച്ചിനും അവകാശപ്പെട്ടതെങ്കിലും തിരിച്ചു കൊടുക്കുക. അവരുടെ ശബ്ദം അല്പം ഉയർന്നു. എന്തോ? എങ്ങനെ? അത് കൊള്ളാം. ഇത്രയും നാള് നീതി കാക്കുന്ന ഭൂതത്തെ പോലെ എല്ലാം നോക്കിയിരുന്നിട്ട് അവസാനം അത് അവക്ക് കൊടുക്കാനോ? ആ ഓണം കയറാൻ മൂലയിലോട്ട് പറഞ്ഞു വിട്ടത് തന്നെ ശല്യം തീർക്കാനാ. ഇനി ഇതിൻ്റെ പങ്കും ചോദിച്ചോണ്ട് വന്നാ പെങ്ങളാണെന്നോ മരുമോളാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല, കൊന്നു തള്ളും. ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല. അങ്ങനെ അറിയാനായിരുന്നെങ്കിൽ നിന്റെ മോൻ ഇന്ന് ജീവപര്യന്തം കിടന്നേനെ. ആ കാർത്തികയെ കൊന്നു തള്ളിയതിന്. അയാൾ പറഞ്ഞതും ഒരു ഞെട്ടലോടെ അയാളുടെ കയ്യിൽ പിടിച്ച ആ അമ്മ. എന്താ പറഞ്ഞത്? അയാൾ വിക്കിയതും അയാളുടെ തോളിൽ ആയത്തിൽ പിടിച്ചവർ. നിങ്ങൾ എന്താ പറഞ്ഞത്? മേലെപ്പാട്ടെ കാർത്തികയുടെ മരണത്തിൽ ഹർഷന് പങ്കുണ്ടോ? ആ ചോദ്യത്തിൽ അയാളുടെ കണ്ണുകൾ 4 പാടും പായുമ്പോൾ ഹർഷൻ അകത്തേക്ക് കയറി വന്നു. ഉണ്ടോയെന്ന് നിന്റെ മോനോട് ചോദിക്കടി. അവളെയും നിന്റെ മരുമോളാക്കാൻ നോക്കിയതായവൻ. പക്ഷെ ചെറിയൊരു കയ്യബദ്ധം, അവളങ്ങ് തീർന്നു. അയാൾ നിസ്സാരമായി പറഞ്ഞു തള്ളിയതും ആ അമ്മ നെഞ്ചിൽ കൈവച്ചു. എൻ്റെ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നേ? എടാ ദ്രോഹി, നീ ആ കൊച്ചിനെ നശിച്ചു പോകൂടാ നീ. അവർ തലയിൽ കൈവച്ച് പ്രാഗിയതും സദാനന്ദം വിഷമത്തോടെ അവരെ നോക്കി. ഇത് തന്നെയാ വിലാസിനി ഞാനും ഇവനോട് പറഞ്ഞത്. മഹാപാപമല്ലേ ഇവൻ കാണിച്ചത്. ആ ലക്ഷ്മിയെപ്പോലെയാണോ? ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് മേലേപ്പാട്ട്. ബുദ്ധിയുള്ളവനായിരുന്നെങ്കിൽ ആ കൊച്ചിനെ കെട്ടിയാൽ പകുതി കൂടുതൽ സ്വത്തടിച്ചു മാറ്റായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ചെന്ന് പെണ്ണ് ചോദിച്ചേനെ. അതെങ്ങനാ? ആക്രാന്തം മൂത്തു പോയതല്ലേ അവന്. അയാൾ പറഞ്ഞതും ആ അമ്മ ദേഷ്യത്തോടെ നോക്കി. നീ ഇങ്ങനെ മോന്ത കുത്തി വെറുപ്പിക്കാതെ വിലാസിനി, പൊട്ടിപ്പോകും. ഞാനുള്ള കാര്യം പറഞ്ഞതാ. അവനൊരബദ്ധം പറ്റി. എന്നോട് വന്നു പറഞ്ഞപ്പോൾ നമ്മുടെ മോനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായി പോയില്ലേ? അല്ലെങ്കിൽ നാളെ നീ തന്നെ എന്നെ കുറ്റപ്പെടുത്തും. ആകെയുള്ളൊരു മോനെ സംരക്ഷിക്കാൻ കഴിയാതെ എന്ത് പുഴുങ്ങിയ തന്തയാണ് താനെന്ന്.
അല്ലേടാ ഉവേ. അയാൾ കണ്ണടച്ച് കാണിച്ചതും ഹർഷൻ പതുക്കെ ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. ഇതിപ്പോൾ അണ്ണനും എനിക്കും അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ഇനി ഇത് പുറത്തു പോയാൽ അത് അമ്മയുടെ വായിന്നായിരിക്കും. അവൻ്റെ ഒരണ്ണൻ, അവനും ഇതറിയാലേ. പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഹർഷ, അവൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് നിന്റെ നാശത്തിനാണെന്ന്. അവർ പല്ല് കടിച്ചതും ഹർഷൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. അല്ലെങ്കിൽ നശിക്കാത്ത പോലെ നിങ്ങളായിട്ടിനി ഇത് കൊട്ടിഘോഷിക്കാണ്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരുന്നാൽ മതി. ഹർഷൻ സ്ലീവ് ചുരുട്ടി വെക്കുമ്പോൾ ആ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിൽ അഗ്നി ആളിക്കത്തി. അവൾ പറയത്തൊന്നുമില്ലടാ. പറയാനാണെങ്കിൽ എന്തെല്ലാം ഉണ്ടവൾക്ക്, അല്ലേടി? പക്ഷെ പറയില്ല. കപ്പത്തോട്ടത്തിൽ കയറി വരുന്ന പന്നിയെ പിടിക്കാൻ വേണ്ടി അവക്കടെ തന്ത കെട്ടിയ ഏറുമാടം കത്തി അമരും. അതിലയാളും കാണും. മണ്ണെണ്ണ വിളക്കിന്ന് തീ ആളിപ്പടർന്നാൽ ആർക്കെന്ത് സംശയം തോന്നാൻ? അയാൾ ചോദിച്ചതും ശ്വാസം എടുത്തു വിട്ടവർ. അല്ലെങ്കിലും ഇതുപോലെ അമ്മയെ പേടിപ്പിച്ച് നിർത്താൻ അച്ഛൻ അറിയാമല്ലോ. ഹർഷൻ ഒന്ന് ചിരിച്ചു. തുടരും.